തിരൂർ മാർക്കറ്റിലുള്ളത് ആരാണ്? സമീർ ബിൻ കരീമാണ് അവിടെ ഉള്ളത്. സമീറെ, അപ്പോൾ ഉത്രാട ദിനാശംസകൾ ആദ്യം തന്നെ. എന്താണ് മാർക്കറ്റിലെ ജനസഞ്ചയ കാഴ്ച? ഹഷ്മി, തിരൂർ മാർക്കറ്റും ഫുൾ ഓണാണ്, ഫുൾ ചാർജായി നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റിന് സമീപമുള്ള റിംഗ് റോഡിലാണ്. ഇവിടെ ഓണത്തോടനുബന്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള പൂക്കളുടെ സ്റ്റോളുകൾ ആരംഭിച്ചിരിക്കുകയാണ്. വലിയൊരു കച്ചവടം തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വിവിധ തരം പൂക്കളുണ്ട്, ചെണ്ടുമല്ലി, ഓറഞ്ച്, മഞ്ഞ, അങ്ങനെ ഒരുപാടധികം പൂക്കൾ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ആളുകൾ വരുന്നു, വാങ്ങുന്നു, പോകുന്നു. ഒരല്പം പൂക്കൾക്ക് വിലയുണ്ടെങ്കിലും ഈ ഓണാഘോഷം വെച്ച് നോക്കുമ്പോൾ വിലയൊന്നും ഒരു വിഷയമേ അല്ല. ആഘോഷം നടക്കട്ടെ എന്നുള്ള ഒരു മൂഡിലാണ് ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. ഒരു ചേച്ചി പൂക്കൾ വാങ്ങിയോ? പൂക്കൾ വാങ്ങി. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട് ഓണം? അടിപൊളിയാണ്. ഫസ്റ്റ് ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ്സൊക്കെ എടുത്തു. മോളെ, എന്താ പരിപാടി? ആണോ? പൂക്കളൊക്കെ വാങ്ങിച്ചാ? നാളെ ഇനി എങ്ങനെയാ പ്ലാന്? ഡ്രസ് എടുത്തോ? ആണോ? ഓക്കെ, അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ പൂക്കൾ വാങ്ങാനായി എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ചേട്ടൻ നമുക്ക് മുമ്പ് ചെറിയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? പൊടി പൊടിക്കാണോ? കുഴപ്പമൊന്നുമില്ല, ഓണം ആഘോഷമാണ്, ഫുൾ ആഘോഷമാണ്. മാവേലി റേറ്റിനാണ് ഇവിടെ കൊടുക്കുന്നത്, ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. ചില്ലറ റേറ്റിന് അപ്പുറത്തും കൊടുക്കുന്നത്. നമ്മളെ ഷോപ്പ് തന്നെയാണ് അത്. എവിടുന്ന പൂക്കളൊക്കെ? ഇവിടെ നാടനാണോ? കോയമ്പത്തൂരുണ്ട്, പാലക്കാടുണ്ട്, ഒസൂറുണ്ട്, ബാംഗ്ലൂരുണ്ട്, എല്ലായിടത്തും എടുക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചൊരു കച്ചവടം ഈ ഓണത്തിന് കിട്ടിയോ? ഓ, പിന്നെന്താ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ കച്ചവടം ചെയ്യാനുള്ള മുതലിഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ട്, അടുത്ത ലോഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണോ ആളുകൾ വരുമ്പോൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്? ഒരു ചെറിയൊരു വീട്. ഇതിപ്പോ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ വേണം? 50 രൂപ കൊടുക്കും. 50 രൂപ? 50 രൂപയ്ക്ക്. അങ്ങനെ ഈ 50 രൂപയുടെ ഒരു പാക്കുണ്ട്. അങ്ങനെ വിധങ്ങളായിട്ടുള്ള പാക്കറ്റുകളൊക്കെ വെച്ചിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പൂക്കളൊക്കെയാണ്, നല്ല വില കുറവുണ്ട്. ആളുകൾക്കൊക്കെ ഒരു ഓണം മൂടുണ്ട്. ഓണം മൂടാണ് എല്ലാവർക്കും, ഞങ്ങൾക്കും ഓണം മൂട് തന്നെയാണ്. അങ്ങനെ പൈസ നോക്കുന്നൊന്നുമില്ല, സാധനങ്ങൾ അങ്ങ് വാങ്ങാൻ. സാധനം മേടിക്കാണ്, പൈസ നോക്കുന്നില്ല. ഞാൻ 500 രൂപയ്ക്ക് ആളുകൾ കൂടുതലായി പൂക്കൾ വാങ്ങുന്നു, അവർ വാങ്ങി ആഘോഷത്തെ തിമിർക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ തിരൂർ മാർക്കറ്റിൽ പൂക്കച്ചവടമാണ്. അപ്പോൾ പൂക്കച്ചവടത്തിന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പൂ മാത്രമല്ല, വസ്ത്രം, നാളത്തെ ഭക്ഷണത്തിനുള്ള അവസാനപ്പെട്ട ഒരുക്കങ്ങൾ. നേരത്തെ അനുചരിച്ച് പറഞ്ഞ പോലെ അവസാന നിമിഷം മറന്നു പോകുന്ന എന്തെങ്കിലുമൊക്കെ എന്തായാലും മറക്കും. അത് അവസാനമാണ് നമ്മൾ ചിലപ്പോൾ അത് മറന്നല്ലോ, ഉടനെ അത് വാങ്ങാനായിട്ട് പോകും. എന്തായാലും എല്ലാം ഒരുക്കും, കടുക് മേടിച്ചില്ലോ. അതെ, എല്ലാം ഒരുക്കിയാകും ഓണം എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.